ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഏതാണ്ട് ഒരു വാറിൻ്റെ രീതിയിലോട്ട് പോയി അവസാനം ഇറാൻ തന്നെ പൂർണ്ണമായിട്ടും പിന്മാറി. അതായത് നല്ല ആസിഡ് ടെസ്റ്റും ഡോസുമാണ് ഇസ്രായേൽ ഇറാന് കൊടുത്തത്. ഇപ്പം ഇറാൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഇറാൻ്റെ ഡൊമസ്റ്റിക് ഇഷ്യൂ, അതായത് ആഭ്യന്തര പ്രശ്നം, അവരുടെ കയ്യിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വഷളായി പോവുകയാണ്. അതായത് ഇറാൻ ഇസ്രായേലിലോട്ട് ഏകദേശം 300ഓളം മിസൈലും ഡ്രോൺസും ഒക്കെ വിടുന്നു, ഹൂത്തികൾ വിടുന്നു, ഹിസ്ബുള്ള വിടുന്നു. ഇതിനെ തടുക്കുന്നു ഇസ്രായേലും അമേരിക്കയും ഫ്രാൻസും സൗദി അറേബ്യയും ജോർദാനും ചേർന്ന്. ഈ ഒരു സന്ദർഭത്തിൽ ഇറാൻ ടെലിവിഷനിൽ കാണിച്ചത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ടെഹ്റാനിൽ നടത്തിയ ഒരു ചെറിയ കൂട്ടം ആൾക്കാരുടെ ആഹ്ലാദം. പക്ഷെ ഉണ്ടായത് നേരെ തിരിച്ചാണ്. അതായത് ഇസ്രായേലിനെ അനുകൂലിച്ചും അമേരിക്കയെ അനുകൂലിച്ചും ടെഹ്റാനിൽ പ്രകടനം നടന്നു. വളരെയധികം വാട്സപ്പ് മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്നു പേർഷ്യൻ ഭാഷയിൽ. തുടർന്ന് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു ഇറാൻ്റെ 2 സ്ട്രാറ്റജിക് പ്രദേശങ്ങളിൽ. അതോടുകൂടി പിക്ചർ വീണ്ടും ക്ലിയറായി. ഇറാനിലുള്ള ടെഹ്റാനിലുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളും അവർ മുഴുവനും ഒന്നടങ്കം ഇസ്രായേലിനെയും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇറാൻ ഭരണകൂടത്തെ വല്ലാതെ പ്രകോപനത്തിലോട്ട് കൊണ്ടുപോയി. കാരണം അവർ തന്നെയാണ് പിന്നീട് പിന്മാറാൻ തീരുമാനിച്ചത്. ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാൻ ഭരണാധികാരികൾ അതായത് മുല്ലാസ്, ഷിയ ഭരണാധികാരികൾക്ക് ക്ലച്ചസ് പോവുകയാണ്. ജനങ്ങളുടെ പിന്തുണയില്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. അവരെന്താണ് പെട്ടെന്ന് ചെയ്തത്? മത പോലീസിനെ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കാരണം അതിനെ മാസ അമീനിയുടെ ഇഷ്യൂവിനെ തുടർന്ന് അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. മത പോലീസ് വേണ്ട, പകരം പോലീസ് മതി. അത് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ മറ്റൊരു പ്രതിഷേധം, ടെഹ്റാൻ നഗരങ്ങളിലൊക്കെ ഇതിനോട് പ്രതികരിച്ച് ഇസ്രായേലിനോടും അമേരിക്കയോടും സപ്പോർട്ട് കാണിച്ച് ഹിജാബ് മാറ്റാൻ തുടങ്ങി. കാരണം അവിടെ ഒരു ജനങ്ങളുടെ ധാരണയെ യുദ്ധം വരുന്നു, വാറുണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ തോക്കും, അതോടുകൂടി ഈ ഭരണാധികാരികൾ പുറത്തോട്ട് പോകും. അപ്പോൾ അതിൻ്റെ പ്രതിഷേധവും ഇസ്രായേലിനും അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഹിജാബ് മാറ്റി, അതായത് തലയിലിടുന്ന ആ തുണി മാറ്റി സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി, അതായത് ചെറുപ്പക്കാരികൾ പ്രതികരിക്കാൻ തുടങ്ങി. ഇതോടുകൂടിയാണ് അവർ മത പോലീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പക്ക ക്രാക്ക് ഡൗൺ ഉണ്ടാക്കി. അതേപോലെ തന്നെ അവിടെ അണ്ടർഗ്രൗണ്ടിൽ, ഇറാനിലെ അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ചർച്ചസ് ഉണ്ട്, ഇവാഞ്ചലിക്കൽ ചർച്ചസ്. അവരെ വീണ്ടും ക്രാക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഇറാൻ ഭരണാധികാരികൾക്ക് ഇറാൻ ടസലോടുകൂടി കിട്ടിയത് അവരുടെ സ്വന്തം പ്രദേശത്ത് വലിയ സെറ്റ് ബാക്കാണ്. വലിയൊരു കൂട്ടം ഇറാനികൾ, അതായത് പേർഷ്യൻ, അവരൊന്നടങ്കം ഇസ്ലാമിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ക്രാക്ക് ഡൗൺ ഉണ്ടായ സമയത്ത് ഏകദേശം 1.5-2 വർഷം മുമ്പ് ഖൊമൈനി, അവരുടെ മരിച്ചുപോയ ആധ്യാത്മിക നേതാവ്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും അദ്ദേഹം ചെറുപ്പത്തിൽ വളർന്ന ആ പ്രദേശവും പള്ളിയും എല്ലാം കൂടെ അടിച്ചു പൊളിച്ച സംഭവം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് അവിടെ ക്രാക്ക് ഡൗൺ ഉണ്ടായിട്ട് ഏകദേശം 500ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഏകദേശം 4000ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യുവാനകത്തില്ല. പലരെ അവർ കൊന്നുകളഞ്ഞു. അതേ സമയത്താണ് ഖത്തറിൽ വേൾഡ് കപ്പ് ഉണ്ടാകുമ്പോൾ ഇറാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരുടെ ദേശീയ ഗാനം ചൊല്ലുന്ന സമയത്ത് ഇറാനിയൻ ഫുട്ബോളേഴ്സ് ഒന്നടങ്കം നിശബ്ദമായിട്ടിരുന്നു. ആ ഗാനം പോലും ആലപിച്ചില്ല. പ്രതിഷേധം. ആ ഫുട്ബോളേഴ്സിനെ ഒന്നടങ്കം ഇറാനിയൻ ഫുട്ബോൾ ടീമിൽ നിന്നും മാറ്റുന്നു അവർ തിരിച്ചു വന്ന ശേഷം. ആ ഒരു സന്ദർഭത്തിൽ ഇറാനിലുണ്ടായത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് അവിടെ വീണ്ടും ഇറാനിലും ടെഹ്റാനിലും പ്രകടനം നടക്കുന്നു. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര നാൾ ഈ ഷിയ മത മുല്ല ഭരണം മുന്നോട്ട് പോകും?
ഇതാണിപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇറാൻ ഇസ്രായേൽ വാറല്ല പ്രശ്നം. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് ശിഥിലീകരണത്തിൻ്റെ രീതിയിലോട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ബലൂച്ച് ആ മേഖലയിൽ സുന്നികൾ, അതായത് സുന്നി മിലിറ്റൻസ് ഏത് സമയത്തും അറ്റാക്ക് ചെയ്യും. അവർ അവിടുത്തെ റിപ്പബ്ലിക്കൻ ഇസ്ലാമിക് ആർമിയുടെ ക്യാമ്പുകളൊക്കെയാണ് കയറി അറ്റാക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഭാഗത്ത് അറ്റാക്ക് നടക്കുന്നത്. ആ സന്ദർഭത്തിലൊക്കെ ഇറാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇറാനിയൻ ജനതയുടെ ആയിരുന്നു. ഇവരുദ്ദേശിച്ചത് ഇസ്രായേലുമായിട്ടുള്ള വാറും അങ്ങനെയുള്ള ടസിലും ഫ്രിക്ഷനും ഉണ്ടാകുമ്പോൾ ഇറാനിലുള്ള ഡൊമസ്റ്റിക് ആളുകളുടെ വൻ സപ്പോർട്ട് അവർക്ക് പെട്ടെന്ന് കിട്ടും. നേരെ മറിച്ചായി. ആലോചിച്ച് നോക്കുക, ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവർ ഡ്രോണും മിസൈലും ഒക്കെ വിട്ട് കഴിയുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ട് അവിടെ പ്രകടനവും സോഷ്യൽ മീഡിയ സംഭവം നടക്കുന്നു. പിന്നീടാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഗാഗ് ഓർഡറിൽ അത് കർട്ടൈൽ ചെയ്യുന്നത്. ഈ മെസ്സേജുകൾ മുഴുവനും മാറ്റുന്നു, വിദേശത്തേക്ക് അയക്കുന്ന മെസ്സേജുകൾ മോണിറ്റർ ചെയ്യാൻ നോക്കുന്നു മുഴുവനും. ഇത് വല്ലാത്ത രീതിയിൽ ഇറാൻ ഭരണകൂടത്തെ ചിന്തിപ്പിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അവിടുത്തെ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ പേരിനാണ്. അത് അവരുടെ ആൾക്കാർ തന്നെ അവരുടെ മതസംഭവങ്ങൾ മാത്രം ആ ഇലക്ഷൻ നടത്തി അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവരുന്നു. ഇതാണ് അവിടുത്തെ ജനാധിപത്യ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയാം, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അതിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കൂടിപ്പോയി കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ കൂടുതൽ അവർക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവിടെ ഭൂരിപക്ഷം ജനതയും അവർക്ക് എതിരായിട്ട് വരികയാണ്. അതായത് ഇറാനിലുള്ള ഇസ്ലാമിനെ എതിർക്കുന്നു, അവരുടെ പള്ളികളെ എതിർക്കുന്നു, അവരുടെ മുല്ലാകളെ എതിർക്കുന്നു. അതിനെ എങ്ങനെങ്കിലും ഏതെങ്കിലും രീതിയിൽ എത്രമാത്രം അവരെ പ്രകോപിപ്പിക്കാം, ഇത് മാത്രമാണ് അവിടുത്തെ ചെറുപ്പക്കാരുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് അജണ്ടയായി മാറിയത്. ഡിജിറ്റൽ യുഗമാണ്, ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ തലമുറയും. അവർക്കും അത് മാറാനുള്ള ത്വരമുണ്ട്. ഇതിൻ്റെ അത് ഏറ്റവും വലിയ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും. ഇറാനിലുണ്ടായ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് മൂവ്മെൻറ്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അതായത് ഒരു ഉരുക്ക് രീതിയിലുള്ള ഭരണമൊന്നും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ബോധം ഇറാൻ ഭരണാധികാരികൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്.